LDFിലെ 3 രാജ്യസഭാ എംപിമാരാണ് ഒഴിയുന്നത്. LDFിന് ജയിക്കാൻ കഴിയുന്നതാകട്ടെ 2 സീറ്റിലും. അതിലൊന്ന് CPM ഏറ്റെടുക്കുന്നതോടെ മുന്നണിയിൽ ശേഷിക്കുന്ന ഒരു സീറ്റിനായി എല്ലാ പാർട്ടികളും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ജൂൺ 6 മുതൽ ഉഭയകക്ഷി ചർച്ച നടത്തി മുന്നണി പ്രതിസന്ധി പരിഹരിക്കാനാണ് CPMന്റെ നീക്കം. CPI സീറ്റ് വിട്ടു നൽകില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. CPI ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബുവിനെ മത്സരിപ്പിക്കാനാണ് ധാരണ. എന്നാൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി CPIയിൽ തർക്കവുമുണ്ട്. ജോസ് കെ മാണി ഒഴിയുന്ന സീറ്റിൽ കേരള കോൺഗ്രസും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിന് ക്യാബിനറ്റ് റാങ്കുള്ള മറ്റു പദവികൾ നൽകി പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. എന്നാൽ RJD, NCP എന്നീ കക്ഷികളും സീറ്റ് വേണമെന്ന നിലപാടിലാണ്. ഇവർക്കായി പ്രത്യേക ഫോർമുല അവതരിപ്പിക്കാനാണ് CPM നീക്കം. എല്ലാ കക്ഷികളുമായി CPM പ്രത്യേകം ചർച്ച നടത്തും. UDFിലാകട്ടെ ജയിക്കാവുന്ന സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ ധാരണയായി. എന്നാൽ മുസ്ലിം ലീഗിൽ ആര് മത്സരിക്കുമെന്നതിൽ തർക്കമുണ്ട്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനായി സമ്മർദ്ദമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക എന്ന കാര്യം ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം എന്നിവർ മത്സരിച്ചില്ലെങ്കിൽ മറ്റൊരു മുതിർന്ന നേതാവിനെ പരിഗണിക്കണമെന്നും ലീഗിൽ അഭിപ്രായമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.